ജീവാംശമായി ഭാഗം 7. പിറ്റേ ദിവസം രാത്രിയുടെ നിശബ്ദതയിൽ ട്രിവാൻഡ്രം സിറ്റി ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ആദിയുടെ മുറിയിൽ മാത്രം ഒരു ചെറിയ വെളിച്ചം തെളിഞ്ഞു കത്തി. പ്രിയചേച്ചി നൽകിയ ഫോൺ അവൻ കയ്യിൽ ഒരു നിധി പോലെ കാത്തുവെച്ചു. അപ്പുറത്ത് ജാൻവി സുമേഷ് എത്തിച്ചു കൊടുത്ത ഫോണുമായി തൻ്റെ വിളിക്കായി കാത്തിരിക്കുകയാണെന്ന് അവനറിയാം. ഹൃദയമിടിപ്പോടെ ആദി വാട്സപ്പ് വീഡിയോ കോൾ ബട്ടൺ അമർത്തി. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ആ സ്ക്രീനിൽ ജാൻവിയുടെ മുഖം തെളിഞ്ഞു. അവളുടെ മുറിയിലെ മങ്ങിയുടെ വെളിച്ചത്തിൽ കരഞ്ഞു കരഞ്ഞ് വീർത്തുപോയ കണ്ണുമായി അവൾ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ഏട്ടാ, അവൾ പതുക്കെ വിളിച്ചു. ആ വിളിയിൽ ദിവസങ്ങളോളം അവൾ അനുഭവിച്ച സങ്കടം മുഴുവൻ അലിഞ്ഞു ചേർന്നിരുന്നു. ആദിക്ക് ആദ്യം വാക്കുകൾ കിട്ടിയില്ല. ക്യാമറയിലൂടെ അവളുടെ മുഖം തൊടാൻ എന്ന വണ്ണം അവൻ വിരലുകൾ ചലിപ്പിച്ചു. ജാനി, ഒരാഴ്ച കൊണ്ട് തന്നെ നീ ഒത്തിരി മെലിഞ്ഞു പോയല്ലോടാ. ശരിക്കും ഫുഡൊന്നും കഴിക്കുന്നില്ലേ നീ? ജാൻവി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ഏട്ടനില്ലാതെ, ഏട്ടൻ്റെ വിവരങ്ങൾ പോലും അറിയാനാവാതെ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങണ്ടേ? ഏട്ടാ, ഓരോ നിമിഷവും അങ്കിളുടെ ഭീഷണികൾ എൻ്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇനി ഒരിക്കലും കാണില്ലെന്ന് ഞാൻ പേടിച്ചുപോയി. എല്ലാം കൂടി ഞാനാകെ തകർന്നു പോയി മുത്തേ. ഇനി ആ പേടി വേണ്ട ജാനി. നമ്മളിപ്പോൾ കണ്ടില്ലേ, ഇനി നമ്മൾ നേരി കാണും. അച്ഛൻ വിചാരിച്ചാൽ നമ്മുടെ ബന്ധം തടയാൻ പറ്റില്ല. ഈ ദൂരവും ഈ മറച്ചുവെക്കലുകളും ഒക്കെ നമുക്ക് കുറച്ചു കാലത്തേക്ക് മാത്രമാണ്. നീ ധൈര്യമായിരിക്കണം. ആദ്യം അവളെ ആശ്വസിപ്പിച്ചു. അവർ കുറേ നേരം സംസാരിച്ചു. തൻ്റെ സങ്കടത്തെക്കുറിച്ചും പ്രിയചേച്ചിയുടെ സ്നേഹത്തെക്കുറിച്ചും പുതിയ കോളേജ് ജീവിതത്തെക്കുറിച്ചും പുതിയ കൂട്ടുകാരൻ ഗോകുലിനെക്കുറിച്ചും ആദ്യം അവളോട് വിശദീകരിച്ചു കൊണ്ടിരുന്നു. വീഡിയോ കോളിലൂടെ അവളുടെ ഓരോ ഭാവങ്ങളും കാണുമ്പോൾ അവൻ്റെ ഉള്ളിലെ വിങ്ങൽ മാറുകയായിരുന്നു. ആ രാത്രി അവർ ഉറങ്ങിയത് സ്ക്രീനിൽ പരസ്പരം നോക്കിക്കൊണ്ടായിരുന്നു. സ്നേഹം ദൂരത്തെ തോൽപ്പിച്ച നിമിഷം. പിറ്റേന്ന് കോളേജിൽ ആദി പതിവിലും ഉന്മേഷവാനായിരുന്നു. ജാൻവിക്ക് അന്നുകൂടി കോളേജില്ലാത്തതിനാൽ അവൾ വീട്ടിൽ തന്നെയായിരുന്നു. എങ്കിലും അവൾ ഏറെ ഉന്മേഷവതിയായി കാണപ്പെട്ടു. ഉച്ചക്കവൻ ക്യാൻറ്റീനിലിരിക്കുമ്പോൾ ഗോകുൽ അവിടെ ഓടി വന്നു. എടാ ആദി, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, കിതച്ചുകൊണ്ടവൻ പറഞ്ഞൊപ്പിച്ചു. എന്താടാ ഇത്ര അർജൻറ്റ്? നീ എന്തിനാ ഇങ്ങനെ ഓടിക്കിതക്കുന്നത്? ആദി തൻ്റെ ജ്യൂസ് അവന് കൊടുത്തുകൊണ്ട് ചോദിച്ചു. അതൊന്ന് സിപ്പ് ചെയ്ത് കിതപ്പൊന്നടങ്ങിയപ്പോൾ ഗോകുൽ പറഞ്ഞു തുടങ്ങി. നമ്മുടെ കോളേജിനടുത്തുള്ള ആ വലിയ മ്യൂസിക് കഫേ ഇല്ലേ, അവിടുത്തെ റെഗുലർ ബാൻഡ് പെർഫോമൻസ് നടത്തുന്ന സുരലയ മ്യൂസിക് ട്രിപ്പിന് ഒരു ലീഡ് സിംഗർ വേണം. അവരുടെ മെയിൻ സിംഗർക്ക് പരിക്ക് പറ്റി വിശ്രമത്തിലാണ്. നീ നന്നായി പാടുമെന്ന് എനിക്കറിയാം. ഞാൻ നിൻ്റെ ഇൻസ്റ്റയിൽ കണ്ടിരുന്നു. അവരുടെ മാനേജരോട് നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു പരിചയക്കാരനാണ് പുള്ളി. ഇന്ന് വൈകുന്നേരം അവർക്ക് മുന്നിൽ ചെന്ന് ഒന്ന് പാടി നോക്കാൻ പറ്റുമോ എന്നവർ ചോദിച്ചു. ഗൂഗിൾ ആവേശത്തോടെ ചോദിച്ചു. ആദിയുടെ ഉള്ളിൽ ഒരു പുതിയ പ്രത്യാശയുടെ പൊൻകിരണം ഉദിച്ചു തുടങ്ങി. പാട്ട് തൻ്റെ ജീവനാണ്. കൂടാതെ ഇതൊരു ചെറിയ വരുമാനമാർഗം കൂടിയായിരിക്കും. ശരിക്കും? എടാ, ഞാൻ വരാം. പക്ഷെ അവർക്ക് എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുമോ? നിൻ്റെ ശബ്ദം കേട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. നീ നന്നായി പാടുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്ക് നമുക്കവിടെ പോകാം, ഗോകുൽ പറഞ്ഞു. ആദി വേഗം ഗോകുലിനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. പ്രിയചേച്ചിക്ക് അവൻ നേരം വൈകുമെന്ന് അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു. കോളേജ് കഴിഞ്ഞ് വൈകുന്നേരം മ്യൂസിക് കഫേയിലെത്തിയ ആദി അവിടുത്തെ പ്രൊഫഷണൽ സെറ്റപ്പ് കണ്ട് ഒന്ന് അമ്പരന്നു. സുരലയിലെ കലാകാരന്മാർ അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ട്യൂൺ ചെയ്യുകയായിരുന്നു. ഗോകുൽ അവനെ മാനേജർക്ക് പരിചയപ്പെടുത്തി. പാടിക്കോ, നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട്, മാനേജർ പറഞ്ഞു. ആദ്യം മൈക്ക് കയ്യിലെടുത്തു. അവർക്ക് മുന്നിൽ നിന്നു. കണ്ണുകളടച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ജാൻവിയുടെ മുഖമായിരുന്നു. അവളുടെ വിരഹവും തൻ്റെ പ്രണയവും ചേർത്ത് വെച്ച് അവനൊരു പ്രണയഗാനം പാടാൻ തുടങ്ങി. അതിമനോഹരമായ ശബ്ദത്തിൽ ആദ്യൊരു ഗാനം ആലപിച്ചു. അവൻ്റെ ശബ്ദം ആ കഫേയിൽ തിങ്ങി നിറഞ്ഞു. ജാൻവിയോടുള്ള സ്നേഹവും അവൻ്റെ സ്വപ്നവും ആ പാട്ടിലൂടെ വഴിഞ്ഞൊഴുകി. അവൻ്റെ ശബ്ദം ആ കഫേയിൽ തങ്ങി നിന്നു. സംഗീതത്തിൻ്റെ ഓരോ ഇഴകളും ഹൃദയത്തെ സ്പർശിക്കുന്നവയായിരുന്നു. പാടി നിർത്തിയപ്പോൾ അവിടെ ചെറിയൊരു നിശബ്ദത പടർന്നു. പിന്നീട് എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഗ്രേറ്റ് ആദി, നിൻ്റെ ശബ്ദത്തിൽ ഒരു പ്രത്യേക മാന്ത്രികതയുണ്ട്. ഞങ്ങളുടെ ട്രൂപ്പിന് നിന്നെപ്പോലെ ഒരാളെയാണ് ആവശ്യം. അടുത്ത ആഴ്ച മുതൽ നിനക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ ലൈവ് പെർഫോമൻസ് ഉണ്ടാകും, മാനേജർ സന്തോഷത്തോടെ പറഞ്ഞ്. ആദിക്ക് വിശ്വസിക്കാനായില്ല. താൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു അത്. പാട്ടിലൂടെ കിട്ടുന്ന പണം കൊണ്ട് തനിക്ക് ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് അവൻ സമാധാനം കണ്ടെത്തി. അവൻ ഗോകുലിൻ്റെ കൂടെ പോകുമ്പോൾ വീണ്ടും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എടാ, നിന്നോട് നന്ദി പറഞ്ഞാൽ നീ എന്നെ ഓടിക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ സ്നേഹം കാണിച്ചത്. പോടാ, നിനക്കങ്ങനെ ഒരു അവസരം ചൂണ്ടിക്കാണിച്ചു എന്നത് ശരി തന്നെയാണ്. പക്ഷേ നിന്റെ കഴിവുകൊണ്ട് മാത്രമാണ് നിനക്ക് അവസരം കിട്ടിയത്. ഗോകുൽ തിരിച്ചും അവനെ ഹഗ് ചെയ്തു. രാത്രി തിരികെ മുറിയിലെത്തിയ ആദി ഉടനെ പ്രിയചേച്ചിയുടെ പഴയ ഫോണെടുത്ത് ജാൻവിക്ക് മെസ്സേജ് അയച്ചു. ജാനി,
എനിക്കൊരു ജോലി കിട്ടി. നമ്മുടെ പ്രണയത്തെ ആർക്കും തകർക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇനി വളരാൻ പോവുകയാണ് പെണ്ണെ. നീ കാത്തിരിക്കില്ലേ? ആ മെസ്സേജ് വായിച്ച് അപ്പുറത്ത് ജാൻവി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വാസുദേവൻ കെട്ടിയ ഇരുമ്പ് കോട്ടകൾ ഓരോന്നായി തകരുകയാണെന്ന് അവൾക്ക് തോന്നി. ആദിയുടെ സ്വപ്നങ്ങൾക്കും അവരുടെ പ്രണയത്തിനും ഇനി ചിറകുകൾ മുളക്കുകയാണ്. ആദിഷിൻ്റെ വീട്ടിൽ അന്ന് ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ കൂടെ പൊട്ടിയത് കൃഷ്ണപ്രഭയുടെ ഹൃദയമായിരുന്നു. ആദ്യ അവസാനമായി വിളിച്ചപ്പോൾ ഫോൺ പിടിച്ചു വാങ്ങി നിലത്തെറിഞ്ഞ ഭർത്താവിൻ്റെ ക്രൂരത ആ അമ്മയെ തളർത്തിക്കളഞ്ഞു. മകൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ പോലും ആവാതെ സ്വന്തം വീട്ടിൽ ഒരു തടവുകാരിയെപ്പോലെ അവർ കഴിഞ്ഞുകൂടുകയായിരുന്നു. വാസുദേവൻ വീട്ടിലില്ലാത്ത നേരങ്ങളിൽ ആ പഴയ ലാൻഡ് ലൈൻ ഫോണിന് അരികിൽ പോയി നിൽക്കും. പക്ഷേ വിളിക്കാൻ ധൈര്യമില്ല. അതുകൊണ്ട് ആ ശ്രമം ഒഴിവാക്കും. ഈ കറുത്ത ദിനങ്ങളിലേക്കാണ് ആദിയുടെ മൂത്ത ചേച്ചി വേണിയും ഭർത്താവ് കിരണും കടന്നു വന്നത്. വാസുദേവൻ ബിസിനസ് ആവശ്യത്തിനായി പുറത്തുപോയ തക്കം നോക്കിയാണ് അവർ എത്തിയത്. ഏട്ടന്മാരും ഏട്ടത്തികളും വീട്ടിലില്ല. വീടിൻ്റെ ഉമ്മറത്ത് വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ട് കൃഷ്ണപ്രഭ ഓടിച്ചെന്നു. വേണിയെ കണ്ടതും അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. മോളെ വേണി, നീ ആദ്യം വിളിക്കാറുണ്ടോ? എൻ്റെ മോനെ ഒന്ന് വിളിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ അച്ഛൻ എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചടാ. അമ്മയുടെ തേങ്ങൽ ആ വീടിൻ്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. അമ്മേ, സമാധാനപ്പെട്, ഞങ്ങൾ വന്നില്ലേ, നമുക്ക് ആദ്യം വിളിക്കാം. വേണി അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹാളിലേക്ക് പിടിച്ചിരുത്തി. കിരണമ്മ സൂക്ഷിച്ചു വെച്ച ആ തകർന്നു കിടക്കുന്ന ഫോണിൻ്റെ അവശിഷ്ടങ്ങൾ നോക്കി നെടുവീർപ്പിട്ടു. വാസുദേവൻ്റെ വാശികൾ എത്രത്തോളം ഭീകരമാണെന്ന് അയാൾക്ക് വീണ്ടും ബോധ്യമായി. അമ്മേ, ആദ്യം ഇപ്പോൾ എൻ്റെ പ്രിയ ചേച്ചിയുടെ കൂടെ സേഫാണ്, കിരൺ പറഞ്ഞു. അവനെ എനിക്കൊന്ന് കാണണം മോനെ, ഒന്ന് കണ്ട് സംസാരിക്കണം. അവൻ അവിടെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ? കൃഷ്ണപ്രഭ ആകുലതയോട് ചോദിച്ചു. വേണി ഉടനെ തൻ്റെ ഫോണെടുത്ത് ആദ്യ വീഡിയോ കോൾ ചെയ്തു. അപ്പുറത്ത് ആദ്യ ഫോൺ എടുത്തപ്പോൾ കണ്ടത് തൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയെയും കൂടെയിരിക്കുന്ന അമ്മയെയുമായിരുന്നു. അമ്മേ! ആദിയുടെ വിളിയിൽ ഒരു പിടച്ചിലുണ്ടായിരുന്നു. കൃഷ്ണപ്രഭ വിറയ്ക്കുന്ന കൈകളുടെ ഫോൺ വാങ്ങി സ്ക്രീനിൽ തലോടി. മോനെ ആദി, നിനക്ക് സുഖമാണോടാ? അച്ഛൻ ഫോൺ പൊട്ടിച്ചതുകൊണ്ടാണ് അമ്മ വിളിക്കാത്തത്. നിന്നെ ഇനി വിളിക്കാൻ പറ്റില്ലെന്ന് ഞാൻ കരുതി ഒത്തിരി സങ്കടപ്പെട്ടു. അവർ കരഞ്ഞുപോയി. അമ്മേ, അമ്മ കരയല്ലേ, ഞാനിവിടെ ഓക്കെയാണ്. വേണിച്ചേച്ചിയും കിരണളിയനും അവിടെ വന്നല്ലോ, അത് മതി. അമ്മക്ക് ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിത്തരാം. ആദി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് ഫോണൊന്നും വേണ്ടടാ, നീ സുഖമായിരുന്നാ മതി. നിന്റെ പാട്ടൊക്കെ കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു, അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ആ സമയം വേണി ആദിയോട് പതുക്കെ പറഞ്ഞു. എടാ ആദി, അമ്മ ഇവിടെ വലിയ സങ്കടത്തിലാണ്. പക്ഷെ നീ ധൈര്യമായിരിക്കണം. നിനക്കവിടെ ഒരു ജോലി കിട്ടിയ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. നീ പാടി വലിയ ആളാവുന്നത് കാണാനാണ് അമ്മയ്ക്കിഷ്ടം. അവർ കുറേ നേരം സംസാരിച്ചു. താൻ സ്വരലയ എന്ന മ്യൂസിക് ട്രൂപ്പിൽ ജോയിൻ ചെയ്ത കാര്യവും ഗൂഗിൾ സഹായിച്ചതും ആദ്യ അമ്മയോട് വിവരിച്ചു. തൻ്റെ മകൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ആ അമ്മയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അമ്മേ, അച്ഛൻ വരുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങുകയാണ്. പക്ഷേ അമ്മ പേടിക്കണ്ട, ഞങ്ങൾ ഇടയ്ക്കിടെ വരും. അമ്മയ്ക്ക് വേറെ ഒരു ഫോൺ ഞാൻ രഹസ്യമായി തരാം. അത് അച്ഛൻ കാണാത്തവരുടെ ഒളിപ്പിച്ചു വെക്കണം. പിന്നെ അവൻ മ്യൂസിക് ട്രൂപ്പിൽ കയറിയത് അച്ഛനോ ഏട്ടന്മാരോ അറിയണ്ട. വേണിയും കിരണും യാത്ര തിരിക്കുമ്പോൾ കൃഷ്ണപ്രഭ ഉമ്മറത്ത് നോക്കി നിന്നു. മകൻ ദൂരെ എവിടെയോ സുരക്ഷിതനാണെന്ന തിരിച്ചറിവ് അവർക്ക് വല്ലാത്തൊരാശ്വാസം നൽകി. ആ രാത്രി അവർ ഉറങ്ങിയത് മകൻ്റെ മുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് ആദ്യ തൻ്റെ ഫോണിൽ അമ്മയുടെയും ചേച്ചിയുടെയും ഫോട്ടോ നോക്കിയിരുന്നു. തൻ്റെ പ്രണയത്തിനും സ്വപ്നങ്ങൾക്കും വേണ്ടി ഇത്രയേറെ പേർ കൂടെയുണ്ടെന്ന സത്യം അവനെ കൂടുതൽ കരുത്തനാക്കി. ജാൻവിയെ വിളിച്ചപ്പോൾ അവൻ ഈ കാര്യങ്ങളെല്ലാം അവളോട് പങ്കുവച്ചു. ജാനി, എൻ്റെ അമ്മ ഇന്ന് എന്നെ വിളിച്ച് സംസാരിച്ചു. അമ്മയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി എനിക്ക് ജയിച്ചേ പറ്റൂ. ആദി ആ രാത്രി തൻ്റെ പാട്ടുകൾക്ക് പുതിയ ഈണങ്ങൾ നൽകി. ഓരോ വടികളും അമ്മയുടെ സ്നേഹവും ജാൻവിയുടെ വിരഹവും നിറഞ്ഞു നിന്നു. പ്രണയത്തിൻ്റെ രഹസ്യവഴികളിലൂടെ അവൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു തുടങ്ങി. ട്രിവാൻഡ്രത്തെ തിരക്കുകളിൽ ആദി പുതിയൊരു മനുഷ്യനായി മാറുകയായിരുന്നു. സുരലയ മ്യൂസിക് ട്രൂപ്പിനൊപ്പം ചേർന്നത് തൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറി. പ്രശസ്തമായ ലുലുമാളിൻ്റെ ഓപ്പൺ സ്റ്റേജിൽ അവൻ്റെ ആദ്യത്തെ വലിയ ലൈവ് പ്രോഗ്രാം നടക്കാൻ പോകുന്നു. പ്രിയയുടെയും രാഹുലിൻ്റെയും സമ്മതത്തോടെ കോളേജ് കഴിഞ്ഞുള്ള 2 മണിക്കൂർ അവൻ ട്രൂപ്പിനൊപ്പം റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നു. പാട്ടിനോടുള്ള അവൻ്റെ ആവേശവും കഠിനാധ്വാനവും കണ്ടപ്പോൾ ട്രൂപ്പിലെ മുതിർന്ന ഗായകർക്ക് പോലും അവനിൽ വലിയ പ്രതീക്ഷ തോന്നി തുടങ്ങി. പ്രോഗ്രാം ദിവസമായി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിൻ്റെ ആവേശം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഷോയിൽ ധരിക്കാൻ വേണ്ടി പ്രിയേച്ചി വാങ്ങി നൽകിയ ബ്ലാക്ക് ഷർട്ടും പാൻറ്റും ധരിച്ചവൻ കണ്ണാടിക്ക് മുമ്പിൽ നിന്നു. ഒരു പ്രൊഫഷണൽ സിംഗറുടെ എല്ലാ ഗാംഭീര്യവും അവനുണ്ടായിരുന്നു. കണ്ണാടിയിൽ നോക്കി തൻ്റെ പ്രതിബിംബത്തോട് ചിരിച്ചപ്പോൾ ക്ലീൻ ഷേവ് ചെയ്ത മുഖത്ത് നുണക്കുഴി തെളിഞ്ഞു കണ്ടു. അവന് സ്വയം അഭിമാനം തോന്നി. അവൻ നേരെ ചെന്നത് പ്രിയയുടെ അടുത്തേക്കായിരുന്നു. ആദ്യയെ കണ്ടതും പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു. ഹൈവ, പൊളിച്ചല്ലോടാ! ഇന്നവിടെയുള്ള എല്ലാ പെൺകുട്ടികളുടെയും കണ്ണ് എൻ്റെ ആദ്യയുടെ മുഖത്തായിരിക്കും.
ഉറപ്പാ, പ്രിയ അവനെ കളിയാക്കി. ആദ്യം ഒന്ന് നാണിച്ച് തല താഴ്ത്തി. പോ ചേച്ചി, എൻ്റെ ജാനിയല്ലാതെ വേറെ ആര് നോക്കിയിട്ടും ഒരു കാര്യവുമില്ല. അയ്യോ, അപ്പോൾ പാവം വായ്നോക്കികൾ എന്തു ചെയ്യും? പ്രിയ പൊട്ടിച്ചിരിച്ചു. ചിരിച്ചുകൊണ്ടിരുന്ന ആദി പെട്ടെന്ന് ഗൗരവക്കാരനായി. അവൻ കുനിഞ്ഞ് പ്രിയയുടെ കാലുകൾ തൊട്ട് വന്ദിച്ചു. എന്നെ പ്രിയേച്ചി അനുഗ്രഹിക്കണം. ഇതെൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. പ്രിയയുടെ കണ്ണുകൾ ഇറനണിഞ്ഞു. അവൾ അവൻ്റെ തലയിൽ കൈവച്ചു. എൻ്റെ പ്രാർത്ഥന എന്നും നിൻ്റെ കൂടെ ഉണ്ടാകും മോനെ. രാഹുലേട്ടൻ നിൻ്റെ പ്രോഗ്രാം കാണാൻ വരുന്നുണ്ട്. എനിക്ക് കൂടുതൽ സമയം ഇരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാനും വന്നേനെ. എനിക്ക് ലൈവായി കാണാനാവില്ല എന്ന സങ്കടമേയുള്ളൂ. പ്രിയയോട് യാത്ര പറഞ്ഞ് അവൻ ഇറങ്ങി. ഗോകുലിൻ്റെ കൂടെ ട്രൂപ്പിൻ്റെ വണ്ടിയിലാണ് അവൻ അങ്ങോട്ട് പുറപ്പെട്ടത്. സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് അവൻ ആ ബ്ലാക്ക് ഡ്രസ്സിലുള്ള തൻ്റെ ഒരു സെൽഫി എടുത്ത് ജാൻവിക്ക് അയച്ചു കൊടുത്തു. ഹോസ്റ്റലിൽ ഫോൺ നോക്കിയിരിക്കുന്ന ജാൻവി സെക്കൻഡുകൾക്കുള്ളിൽ അവൻ്റെ മെസ്സേജ് സീൻ ചെയ്തു. ആ ഫോട്ടോ കണ്ടതും അവളുടെ നെഞ്ചിടിപ്പ് ഒന്നുകൂടി. അവൾ ടൈപ്പ് ചെയ്തു, എൻ്റെ ചെക്കൻ ഇന്ന് സുന്ദരനാണല്ലോ. ആ ബ്ലാക്ക് ഡ്രസ്സ് നിങ്ങൾക്ക് ഒരുപാട് ചേരുന്നുണ്ട് ആദ്യേട്ടാ. എനിക്ക് ചെറുതായി പേടിയുണ്ട് ജാനി. ഇത്രയും വലിയൊരു സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോകുമോ പെണ്ണേ? അവൻ റീപ്ലൈ അയച്ചു, ഹേയ് ഒരിക്കലുമില്ല. എൻ്റെ ചെക്കൻ പൊളിയല്ലേ. കണ്ണടച്ച് നമ്മുടെ കുന്നിൻപുറത്തെ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് പാടുന്നത് എന്നങ്ങ് കരുതിയാൽ മതി. ഞാൻ അവിടെ ഏട്ടൻ്റെ പാട്ട് കേട്ട് ഇരിപ്പുണ്ടെന്നൊന്ന് ഇമേജിൻ ചെയ്തോ. ചേട്ടൻ തകർക്കും. ജാൻവിയുടെ ആ വാക്കുകൾ കേട്ട് ആദിക്ക് ചിരി വന്നെങ്കിലും അതവന് വലിയൊരു ഊർജ്ജമായി. സ്റ്റേജിൽ അനൗൺസ്മെൻറ്റ് മുഴങ്ങി. അടുത്തതായി സുരലയത്തിലെ പുതിയ താരോദയം ആദിഷ് ഓൺ ദി സ്റ്റേജ്. ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക് ആദി സ്റ്റെപ്പ് വെച്ചു. പക്ഷേ അവൻ്റെ മനസ്സിൽ ആ കുന്നിൻപുറവും അവിടെ തന്നെ കാത്തിരിക്കുന്ന ജാൻവിയും മാത്രമായിരുന്നു. അവൾക്ക് വേണ്ടിയാണ് അവൻ്റെ ഈ പോരാട്ടം. അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനുള്ള അവൻ്റെ ആദ്യത്തെ പടി. സ്റ്റേജിന് ഏറ്റവും മുന്നിലെ വരിയിൽ തന്നെ രാഹുലും ഗോകുലും പുഞ്ചിരിയോടെ നിൽപ്പുണ്ടായിരുന്നു. ആദ്യത്തെ ഗിത്താർ സ്ട്രമ്മിങ് തുടങ്ങിയതും ആദ്യം മൈക്ക് കയ്യിലെടുത്തു. അവൻ്റെ ശബ്ദം ആ മാളിലാകെ അലയടിച്ചു തുടങ്ങി. ഒരു മെലഡി സോങ്ങായിരുന്നു ആദ്യത്തേത്. അതേസമയം ഹോസ്റ്റലിലെ മുറിയിൽ ജാൻവി ആദിയുടെ പഴയ വോയിസ് മെസ്സേജുകൾ കേട്ട് ജനാലയ്ക്കൽ ആകാശത്തേക്ക് നോക്കിയിരുന്നു. മൗനമായി അവന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാളിലെ ആ വലിയ ഹാൾ ജനക്കൂട്ടത്താൽ നിറഞ്ഞിരുന്നു. ആഘോഷങ്ങളുടെ ആരവങ്ങൾക്കിടയിൽ സ്റ്റേജിലെ നിയോൺ വെളിച്ചം ആദിയുടെ ബ്ലാക്ക് ഷർട്ടിൽ തട്ടി പ്രതിഫലിച്ചു. മൈക്കിന് മുന്നിൽ നിന്ന ആദിയുടെ കണ്ണുകൾ ഒരു നിമിഷം അടഞ്ഞു. അവൻ്റെ ഓർമ്മകൾ ഒരു പുഴ പോലെ പിന്നിലേക്കൊഴുകി. ജാൻവിക്കൊപ്പമുള്ള സായാഹ്നങ്ങൾ, അവളുടെ വിടർന്ന ചിരി, ഒടുവിൽ വിരഹത്തിന് കൈപ്പേറിയ ആ വേർപിരിയൽ. ഗിത്താറിൻ്റെ തന്ത്രികളിൽ വിരലുകൾ അമർന്നതോടെ അന്തരീക്ഷം നിശബ്ദമായി. ആദി പാടിത്തുടങ്ങി. അവനിലെ ഗായകനല്ല, മറിച്ച് പ്രണയത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കാമുകനാണ് ആ നിമിഷം അവിടെ പാടിയത്. ഓരോ വരികളിലും ജാൻവിയോടുള്ള തീവ്രമായ അനുരാഗവും അവളില്ലാത്ത നിമിഷങ്ങളിലെ വേദനയും ആവാഹിച്ചിരുന്നു. അവൻ്റെ ശബ്ദത്തിലെ വിറയലും ആഴവും അവിടെ കൂടിയിരുന്നവരുടെ ഉള്ളിലേക്ക് ഒരു തണുപ്പായി പടർന്നു. ഷോ കാണാൻ വന്ന പലരും സംസാരം നിർത്തി ആ ശബ്ദത്തിലേക്ക് ലയിച്ചു ചേർന്നു. ചിലർ അറിയാതെ കണ്ണുകൾ തുടച്ചു. ആദിയുടെ ശബ്ദത്തിലെ വിരഹം സ്വന്തം ജീവിതത്തിലെ നഷ്ടപ്രണയങ്ങളെ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്തു. പലരും തങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഉയർത്തിപ്പിടിച്ച് ആ സുന്ദരമായ രംഗങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റേജിന് മുന്നിലെ തിരക്കിൽ നിന്ന് മാറി നിന്ന രാഹുൽ അത്ഭുതത്തോടെ ആദിയെ നോക്കി. താൻ കണ്ട പാവം പയ്യനല്ല ഇത്. ആയിരങ്ങളെ തൻ്റെ ശബ്ദത്താൽ കീഴടക്കാൻ ശേഷിയുള്ള ഒരു പ്രതിഭയാണെന്ന് രാഹുലിന് ബോധ്യമായി. പാട്ടിനിടയിൽ ആദി പതിയെ കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്ന അപരിചിതരായ മുഖങ്ങൾക്കിടയിൽ അവൻ അറിയാതെ ജാൻവിയെ തിരഞ്ഞു. അവൾ അവിടെ ഇല്ലെന്ന സത്യം അവനെ ഒന്നുകൂടി വേദനിപ്പിച്ചു. ആ വേദന പാട്ടിൻ്റെ പല്ലവിയിൽ കൂടുതൽ തെളിഞ്ഞു കണ്ടു. നീയുറങ്ങാത്ത രാവുകളിൽ ഞാൻ നിനക്കായി പാടാ, നീയുറങ്ങാത്ത രാവുകളിൽ ഞാൻ നിനക്കായി പാടാം. ആ വരികൾ അവസാനിക്കുമ്പോൾ ഒരു നിമിഷം ആ മാളാകെ നിശബ്ദത തളം കെട്ടി നിന്നു. പിന്നെ ഇടിമുഴക്കം പോലെ കരഘോഷമുയർന്നു. പലരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആദിയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ അറിയാതെ അടർന്നു വീണു. ഷോ കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിലേക്കെത്തിയ ആദിയെ ട്രൂപ്പിലെ സീനിയർ സിംഗർ തോളിൽ തട്ടി അനുമോദിച്ചു. ആദി, നീ പാടുകയല്ലായിരുന്നു, നീ നിന്റെ ആത്മാവിനെ തുറന്നു വെക്കുകയായിരുന്നു. ഈ ശബ്ദം നാളെ ഒരുപാട് പേര് ഏറ്റെടുക്കും, അത് ഉറപ്പാണ്. വല്ലാത്തൊരു ഉൾക്കിടലത്തോടെയാണ് അവൻ സ്റ്റേജിൻ്റെ പടികളിൽ നിന്നും താഴേക്കിറങ്ങിയത്. കാണികളുടെ കരഘോഷം അപ്പോഴും ഹാളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ പിന്നിലെ ഇരുളിലേക്ക് മാറിയതും ഗോകുൽ ആവേശത്തോടെ ഓടിയടുത്തേക്ക് വന്നു. ഹാദി, പൊളിച്ചു മോനെ, നീ ശരിക്കും തകർത്തു, ഗോകുൽ ആദ്യെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ വലിയൊരു സന്തോഷം നിയലിച്ചിരുന്നു. ആദ്യമായിട്ടാണ് നീ ഇത്രയും വലിയ ക്രൗഡിന് മുന്നിൽ പാടുന്നത് എന്നൊന്നും ആരും പറയില്ല. അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു നിന്റെ വോയിസിൽ. അവിടേക്ക് രാഹുലും കടന്നു വന്നു. അവൻ ആദിയുടെ തോളിൽ തട്ടി. എടാ,
പാട്ടിലെ ആ ഫീലുണ്ടല്ലോ, അതവിടെ ഇരുന്നവരുടെ ചങ്കിലാണ് തട്ടിയത്. പല പെണ്ണുങ്ങളുടെയും കണ്ണ് നിറയുന്നത് ഞാൻ കണ്ട്. നീ ഒരു സ്റ്റാറായി കഴിഞ്ഞ ആദ്യം ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ മനസ്സിപ്പോഴും പാട്ടിലെ ആ വരികളിൽ തന്നെയായിരുന്നു. എനിക്കറിയില്ലടാ, പാടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു തരം ശൂന്യത തോന്നുന്നു. ആദി പതിഞ്ഞ സ്വരത്തിൽ ഗോകുലിനോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ ചാഞ്ഞു. അത് നിന്റെ പാട്ടിൻ്റെ പ്രത്യേകത കൊണ്ടാണടാ, നീ അതിൽ ലയിച്ച് പാടിയത് കൊണ്ടാണ്. അത് കേട്ട് രാഹുൽ അവനെ സമാധാനിപ്പിച്ചു. ഗോകുലും അത് ശരിവെച്ചു. നീ ജാൻവിയെക്കുറിച്ചല്ലേ ഓർത്തത്? അതുകൊണ്ടാണ് ആ പാട്ടിന് ഇത്രയും ജീവൻ വന്നത്. നോക്കിക്കോ, നാളെ മാളിലെ ഈ പ്രോഗ്രാം നാട്ടിലെ സംസാര വിഷയമാകും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പ്രോഗ്രാം കോർഡിനേറ്റർ അവിടെ കൂടി വന്നു. ആദിഷ്, ഗംഭീരമായിരുന്നു. കുറേ പേർ നിന്നെ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം കുറച്ച് ചാനലുകാരും വന്നിട്ടുണ്ട്. ഒരു ചെറിയ ബൈറ്റ് തരാമോ എന്ന് ചോദിക്കുന്നു. ആദ്യമൊന്ന് പകച്ചുപോയി. അവൻ രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കിങ്ങനെയൊന്നും ഇതുവരെ പരിചയമില്ല. നീ പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. ഗോകുൽ അവന് ധൈര്യം പകർന്നു. നീ ഇതിന് അർഹനാണ് ആദി. ഈ അംഗീകാരങ്ങൾ നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്, രാഹുലും പറഞ്ഞു. അപ്പോഴാണ് ആദിയുടെയും ഗോകുലിൻ്റെയും ഫോണിലേക്ക് നോട്ടിഫിക്കേഷനുകൾ നിർത്താതെ വരാൻ തുടങ്ങിയത്. അവൻ സ്റ്റേജിൽ നിൽക്കുന്ന വീഡിയോകൾ ആരോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അതെല്ലാം ആരോ കോളേജ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. രാഹുലും ഗോകുലും ചേർന്ന് അവനെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജീവിതം മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണെന്ന് ആദി അപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ ദൂരെ നാട്ടിൽ മാളവിക തൻ്റെ ഫോൺ ദേഷ്യത്തോടെ മേശപ്പുറത്തേക്ക് എറിഞ്ഞു. ആദിയുടെ ഈ വിജയം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തൻ്റെ മുന്നിൽ എത്തിക്കണമെന്നായിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. അന്ന് രാത്രി സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോകൾ വൈറലായി തുടങ്ങി. സ്വരലയത്തിലെ വിരഹഗായകൻ എന്ന പേരിൽ ആദിയുടെ പാട്ട് പലരുടെയും സ്റ്റാറ്റസുകളായി മാറി. വീട്ടിലെത്തിയപ്പോൾ പ്രിയയും അവനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി. തൻ്റെ മുറിയിൽ തിരിച്ചെത്തിയ ആദി ഫോൺ നോക്കിയപ്പോൾ ജാൻവിയുടെ വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആദിയേട്ടാ, ആരോ ഏട്ടൻ്റെ പാട്ട് ലൈവിട്ടിരുന്നു. ഞാനത് കണ്ടിരുന്നു. പാടുമ്പോൾ ഏട്ടൻ്റെ കണ്ണ് നിറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാം. ആ പാട്ടിലെ ഓരോ വരിയും എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരുപാട് സ്നേഹം മുത്തേ. ആ രാത്രി ആദിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ കരിയർ തുടങ്ങുകയായിരുന്നു. ഒപ്പം പുതിയ വെല്ലുവിളികളും. പ്രശസ്തി കൂടുമ്പോൾ ആദിയുടെ തകർച്ച കാത്തിരിക്കുന്നവരും ആ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. മാളവിക തൻ്റെ ഫോണിൽ ആദിയുടെ വീഡിയോ വീണ്ടും വീണ്ടും പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത ചിരി വിരിഞ്ഞു. ആദി, നീ വലിയ ആളാവാൻ പോവുകയാണല്ലോ അല്ലേ? പക്ഷേ നിന്റെ ഈ വളർച്ച കാണാൻ ജാൻവി നിന്റെ കൂടെ ഉണ്ടാകില്ല. ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല, അവൾ സ്വയം മന്ത്രിച്ചു. ഷോ കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വൈറലായി മാറി. ന്യൂ റോക്കിംഗ് സ്റ്റാർ, ഹൃദയം തൊടുന്ന സ്വരം എന്നിങ്ങനെ പല തലക്കെട്ടുകളോടെ ആയിരക്കണക്കിന് ആളുകൾ അത് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ സോഷ്യൽ മീഡിയ തുറന്ന് ജാൻവി ഞെട്ടിപ്പോയി. ഫുൾ ആദിമയം. കോളേജ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ആദിയുടെ പാട്ടാണ് തരംഗം. ആദിയുടെ പുതിയൊരു ഉയർച്ചയുടെ തുടക്കമായിരുന്നു അത്. ആദിയുടെ പാട്ട് കേട്ട് കൃഷ്ണപ്രഭയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. വേണിച്ചേച്ചി രഹസ്യമായി കൊടുത്ത ഫോണിലൂടെ അവൾ ആ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടു. തൻ്റെ മകൻ വിജയത്തിലേക്ക് അടുക്കുകയാണെന്ന് ആ അമ്മ മനം മന്ത്രിച്ചു. അന്ന് ക്ലാസ് കഴിഞ്ഞ് ലൈബ്രറിയിലേക്ക് നടക്കുകയായിരുന്നു ജാൻവി. മനസ്സ് നിറയെ ആദിയുടെ ആ വൈറൽ വീഡിയോ ആയിരുന്നു. ആ പാട്ട് കേട്ടപ്പോൾ മുതൽ അവൾക്ക് വലിയൊരു ആശ്വാസം തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വരാന്തയുടെ മൂലയിൽ മാളവികയും സംഘവും അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മുന്നിൽ വന്ന് തടഞ്ഞു നിന്ന മാളവികയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു വിദ്വേഷമുണ്ടായിരുന്നു. നീ എന്താ വിചാരിച്ചേ? അവൻ എവിടെയോ പോയി പാടിത്തിമിർത്ത എല്ലാം ശരിയാകുമെന്നോ? മാളവിക ഒരു പുച്ഛത്തോട് ചോദിച്ചു. ജാൻവി ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. മാളവിക, എനിക്കിപ്പോൾ തർക്കിക്കാൻ താല്പര്യമില്ല. ഒന്ന് വഴിമാറിക്കേ. വഴിമാറാനോ? നീയും അവനും ഇപ്പോഴും ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. നിന്നെ ഈ കോളേജിൽ ഇനി സുഖമായി പഠിക്കാൻ വിടുമെന്ന് നീ കരുതുന്നുണ്ടോ? മാളവിക അവളുടെ അരികിലേക്ക് നീങ്ങി നിന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ ഒരു കാര്യം ഓർത്ത് വെച്ചോ ജാൻവി, ആദിഷ് എൻ്റേതാണ്. കുട്ടിക്കാലം തൊട്ട് എനിക്ക് വേണ്ടി ഉറപ്പിച്ചതാ അവനെ. നിന്നെപ്പോലെ ഒരുത്തി വന്ന് അവനെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. ഞാനതിന് സമ്മതിക്കില്ല. ജാൻവി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നിനക്ക് വേണ്ടി ഉറപ്പിച്ചതാണെങ്കിൽ അവൻ എന്തിനാ എന്നെ സ്നേഹിച്ചത്? ഏട്ടന് നിന്നോട് താല്പര്യമില്ലെന്നറിഞ്ഞിട്ടും എന്തിനാ ഇങ്ങനെ ഉളുപ്പില്ലാത്ത പുറകെ നടക്കുന്നത്? ആ മറുപടി മാളവികയെ ശരിക്കും ചൊടിപ്പിച്ചു. അവൾ ജാൻവിയുടെ തോളിൽ ആഞ്ഞു തള്ളി. നീ അധികം പ്രസംഗിക്കണ്ട. നീ കോളേജിൽ കാലുകുത്തുന്നത് പോലും എനിക്കിഷ്ടമല്ല. നിന്നെ എവിടെ നിന്ന് പുറത്താക്കാൻ എനിക്കധികം പണിയൊന്നുമില്ല. ജാൻവി പതറാതെ നിന്നു. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതിലും വലുതൊന്നും എനിക്കിനി വരാനില്ല. പക്ഷേ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. നീ എത്ര ശ്രമിച്ചാലും അവനെ നിനക്ക് കിട്ടാനും പോകുന്നില്ല. നോക്കിക്കോ, ഇന്നത്തോടെ നിൻ്റെ ഈ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. ഈ കോളേജിൽ നിന്ന് നീ കരഞ്ഞുകൊണ്ട് പടിയിറങ്ങുന്ന ദിവസം വരും. അന്ന് നിൻ്റെ ആദ്യേട്ടനും നിന്നെ രക്ഷിക്കാനുണ്ടാവില്ല.
മാളവിക വിരൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് നടന്നു നീങ്ങി. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും ജാൻവി തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ മാളവികയുടെ കണ്ണിലെ ആ പക വെറുമൊരു വാക്കിലൊതുങ്ങില്ലെന്ന് ജാൻവിക്ക് ഉറപ്പായിരുന്നു. എന്തോ വലിയൊരു കെണി തനിക്ക് ചുറ്റും മുറുകുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തുടരും.